സാൻഡ്സ്റ്റോം ഒക്കെ റിയൽ സാൻഡ്സ്റ്റോം ആയിരുന്നു. നിങ്ങൾ എങ്ങനെ അത് സർവൈവ് ചെയ്തു? നമ്മൾ ഷൂട്ട് ചെയ്ത് രണ്ടും കഴിയും. വേറെ ഓപ്ഷൻ നമ്മൾ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അല്ലാണ്ട് ഇങ്ങനെ ഒരു കാറ്റ് ഡെസേർട്ടിൽ നമ്മൾ എന്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ കമത്തി കഴിഞ്ഞാൽ ഫുള്ള് മണ്ണാണ്. ക്യാമറക്കകത്തുനിന്ന് ബോഡിക്കകത്തുനിന്നെല്ലാം മണ്ണ്. അതിന് ഫോട്ടോ കൊണ്ടിപ്പോഴും ലെൻസൊക്കെ പോയി മുഴുവൻ. ഒട്ടകത്തിന്റെ ഷോട്ട് എടുത്ത് തന്നെ 10-35 ഷോട്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇത്രയും എങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്നേ? അത് ഏറ്റവും വലിയ ക്ഷമ ബ്ലസ്സിയേട്ടനാണ്. ഈ ബ്ലസ്സിയേട്ടന് ഒരു ഷോട്ട് ഓക്കെ എന്നാ ഓക്കെ എന്ന് പറയില്ല ഒരിക്കലും. ചിരിച്ചാലറിയാം ഓക്കെയാണ്, പക്ഷെ ആ ചിരി പോലും കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ ചില ഷോട്ടുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഡിസ്കവറിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സീൻ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ലൈറ്റ് വരാനായിട്ട് എല്ലാവരും വന്ന് ഹോൾ ക്രൂ വെയിറ്റ് ചെയ്ത്, എസ്പെഷ്യലി പറഞ്ഞാൽ ഹക്കീം നജീബ് മീറ്റ് ചെയ്യുന്ന സീനൊക്കെ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് ആ സീന്. ആടുജീവിതം സിനിമാറ്റോഗ്രാഫർ സുനിൽ KS ആണ് നമുക്കപ്പോൾ. ഹായ്. ഹലോ. ആടുജീവിതം അല്ല, തീർപ്പ് കമാരസംഭവമാണുള്ളത്. തീർപ്പ് കമാരസംഭവം. ആടുജീവിതം അസാധ്യമായിട്ടുള്ള ഫ്രെയിമാണ്. ഉടനീളം ക്യാമറ ചലിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഇമോഷനിലായിരുന്നു. ചില ഷോട്ട്സ് ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഷോട്ടുകൾ മിസ് ചെയ്തത് നമ്മുടെ മനസ്സിനകത്തുണ്ട്. കാരണം ഇമോഷൻസിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അതിനെ ഒരു തരത്തിലും ഹെർട്ട് ചെയ്യാത്ത ചില സ്ഥലത്തൊക്കെ സ്റ്റേ ഫ്രെയിംസ് ആണ്. പക്ഷേ ഫ്രെയിം ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് പിടിക്കുന്ന സമയത്തും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വർക്ക് നടക്കുന്ന സമയത്തും ഒക്കെ മനസ്സിൽ തോന്നിയ ഒരു പ്രൗഡ് ഉണ്ടാവും ആ സമയത്ത് ഇറങ്ങുന്നതിന് മുമ്പ്. അത് തന്നെയാണോ ഇറങ്ങിയതിന് ശേഷവും കിട്ടിയത്? ഇറങ്ങുന്നതിന് ശേഷം അത് പ്രൗഡ് എന്ന് പറയുമ്പോൾ വർക്കൗട്ട് ആവുമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇത് 5 വർഷമായിട്ട് നമ്മൾ ഈ എഡിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിത് ഇമോഷണൽ കണക്ട് നമുക്കൊക്കെ പോയി. ഇതിന് നമുക്ക് ഈ വിഷ്വലും ഫ്രെയിമും മാത്രമേ ഫൈനലി ഔട്ട്പുട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും എല്ലാ ജഡ്ജ്മെൻറ്റും പോയി. കാരണം ഇത് കണ്ട് തഴമ്പിച്ചതല്ലായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇത് എങ്ങനെ ഇത് എൻഗേജിങ് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി വർക്ക്ഡ് ഔട്ട് വെൽ. ബ്ലസ്സിയേട്ടനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. എൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെ ഒരു കണ്ടുകൊണ്ട് നമ്മൾ ഭയങ്കര ഫ്രോസൺ ആയിരുന്നു. ഇത് കണ്ട് came out well, I think. പിന്നെ CG കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെവൽ കുറച്ചുകൂടെ മാറുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സീനുകളിലൊന്നാണ് പാമ്പുകൾ ഇഴങ്ങി വരുന്ന സീൻ. ഇപ്പോൾ നോവൽ വായിക്കുമ്പോൾ നോവലിൻ്റെ സിനിമ കാണാനല്ല ഞാൻ പോയത്, പക്ഷേ സിനിമയായി കാണുമ്പോഴും എനിക്ക് ആ സീൻ ഒഴിവാക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സീനിൽ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ സീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പാമ്പുകൾ എഴിഞ്ഞു പോകുന്നു, അയാളുടെ കാലിൽ കൂടെ എഴിഞ്ഞു പോകുന്നു. ഈ ഇമോഷൻസ് ഒക്കെ ഇല്ലെങ്കിൽ ആ സമയത്തുള്ള സാധനങ്ങളൊക്കെ ഒരു ഷോട്ട് പോലും അടിക്കാതെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വർക്കുകളൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു താളം നഷ്ടപ്പെടാതെ ചെയ്യുന്ന സിനിമകളിലൊന്നാണല്ലോ ഇത്. എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ എന്താണ് അതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മളത് VFX അല്ല ഇടയ്ക്ക് പറഞ്ഞു കേൾക്കട്ടെ. അത് ഒരു 5-6 പാമ്പ് നമ്മൾ ലൈവായിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അതിൽ വെച്ച് ഷൂട്ട് ചെയ്ത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ അതൊരു നല്ല പ്രോസസ്സായിരുന്നു. അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയോണ്ട് ഒരുപാട് ഇൻട്രാക്ഷൻ കാലൊക്കെ അല്ല പറഞ്ഞ സ്പോയിലറോ വേണ്ട കൈൻഡ് ഓഫ് എഡിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സീനായിരുന്നു ഇത്, ഈ പാമ്പിൻ്റെ സീക്വൻസ്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ആടുകളെ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്ഷമയുടെ അങ്ങറ്റമാണ്. ഒട്ടകത്തിന്റെ ഷോട്ട് എടുത്ത് തന്നെ 10-35 ഷോട്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇത്രയും എങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്നേ? അത് ഏറ്റവും വലിയ ക്ഷമ ബ്ലസ്സിയേട്ടനാണ്. ഈ ബ്ലസ്സിയേട്ടന് ഒരു ഷോട്ട് ഓക്കെ എന്നാ ഓക്കെ എന്ന് പറയില്ല ഒരിക്കലും. ചിരിച്ചാലറിയാം ഓക്കെയാണ്, പക്ഷെ ആ ചിരി പോലും കിട്ടാൻ വലിയ പാടാണ്. ഈ ഒരു ആട് തിരിഞ്ഞു നോക്കുന്ന, എസ്പെഷ്യലി ആ നജീബും ആടുകളും എല്ലാവരും കൂടെ ഒരുമിച്ചാകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ഒരു ആട് തിരിഞ്ഞു നോക്കി കരയണം. അപ്പോൾ ഈ ഒരു ഷോട്ട് എനിക്ക് തോന്നുന്നൊരു ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഇതൊന്നും ഒരു റിയാക്ഷൻ കിട്ടുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ അത് ഒപ്പിച്ച് എടുത്തു നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒട്ടകം എളുപ്പമായിരുന്നു, ആട് ഇച്ചിരി പാടാം. ഒട്ടകം പിന്നെ നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അതിന് മനസ്സിലാവും. ഇതൊന്നും ഭയങ്കര നമ്പായിട്ടുള്ളൊരു ജീവി, എസ്പെഷ്യലി ഈ ടൈപ്പ് ഓഫ് ആട് അവാസ. അതിൽ നിങ്ങളിപ്പോൾ ഒരു ക്ലോസ് കിട്ടിയാൽ തന്നെ ഇതിനൊരു വൈഡ് സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. പലതിനും വൈഡ് റിയാക്ഷൻസും വെച്ചിട്ടുണ്ട് പല ഷോട്ടുകൾ. എസ്പെഷ്യലി നജീബ് കുബൂസ് കഴിക്കുന്ന സീനിൽ ഒരു ആട് വന്ന് കുബൂസ് അല്ല ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഒരു ആടിങ്ങനെ വന്ന് എത്തി നോക്കിയിട്ട് കൗണ്ടർ ഷോട്ടിൽ അത് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ മാജിക്കലായിട്ട് കിട്ടിയാണ്, മനപ്പുറം എടുത്തതല്ല. വന്ന് നോക്കുന്ന ഷോട്ട് കിട്ടി, കൗണ്ടർ തിരിഞ്ഞു പോകുന്നതൊക്കെ മാജിക്കലായിട്ട് അത് കിട്ടിയത് ആ സമയത്ത്. അങ്ങനെ കിട്ടിയ ഒരുപാട് ഷോട്ടിലുണ്ട് മാജിക്കലായിട്ട്. ഒരു ഒട്ടകം ഇതേപോലെ ഒട്ടകത്തിലൂടെ ഞാൻ പോകാന്ന് പറയുമ്പോൾ ഒട്ടകം ഇങ്ങനെ തലവൊക്കിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ലൈവായിട്ട് കിട്ടിയത്, അത് ഫ്രീസായിട്ട് ഇങ്ങനെ ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നൊരു ഷോട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മാജിക്കലായിട്ട് ഒറ്റ ഷോട്ടിൽ ഒറ്റ ടേക്ക് കിട്ടിയ ഷോട്ട്. അതൊക്കെ നമ്മൾ ചില ഷോട്ടുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഡിസ്കവറിയിലൊക്കെ
ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലൊരു ഫീലായിരുന്നു നിങ്ങൾ ആ ഓരോ ഷോട്ടും എടുത്തപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഓരോ സീൻ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, ആ ലൈറ്റ് വരാനായിട്ട് എല്ലാവരും വന്ന് ഹോൾ ക്രൂ വെയിറ്റ് ചെയ്ത്, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഹക്കീം നജീബ് മീറ്റ് ചെയ്യുന്ന സീനൊക്കെ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട്. ആ സീന് ഡെസേർട്ട് നനയ്ക്കണം, അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ആ സൺലൈറ്റ് ആ കറക്റ്റ് ആ ടൈം ഹിറ്റ് ചെയ്യുമ്പോഴാണ് റോൾ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്ത് ശരിക്കും ആർട്ടിസ്റ്റിനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പോട്ടെ അതുപോലെ വെയിറ്റ് ചെയ്തിരുന്നു ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷൂട്ടിൻ്റെ ദുരനുഭവങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇത് ചില വൈഡിൽ മരുഭൂമി കാണിക്കണം. മരുഭൂമി കാണിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾ 3 പേരുണ്ട്. ഇവരുടെ നടപ്പൊക്കെ ക്ലിയർ ചെയ്യണം. അത് വലിയൊരു ജോലിയാണ്. ആ ജോലിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും, ഡിഫിക്കൽട്ടീസ് വരും. ഇടയ്ക്കൊരു കാറ്റ് വന്നേക്കാം, അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടാതെ വരും. അപ്പോഴൊക്കെ നിങ്ങൾ അവിടെ ക്ഷമയോടുകൂടി ഇത് കാത്തിരിക്കണം. അതൊരു പുതിയ പ്രോസസ്സല്ലേ? നമ്മളിത് മെയിനായിട്ട് തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആക്സിസ് ക്യാമറ വെച്ചിട്ട് റിഹേഴ്സൽ മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്ത് എല്ലാം പക്കയാക്കിയതിനു ശേഷം നമ്മൾ ഓൾറെഡി മാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ആർട്ടിസ്റ്റിന് പോകേണ്ട വഴിയും. അല്ലാതെ ഇതിൽ നേരെ ഒന്നും കയറി ചെല്ലാൻ പറ്റില്ല. ഒരു വഴി കറങ്ങി അതിലേക്ക് കൊണ്ടുവിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ പാത്തും അവർക്ക് അതേപോലെ കിട്ടും, ഇവർ നടന്നു പോയ പാത്തൊക്കെ. എന്നിട്ട് അങ്ങനെ ആയിരിക്കും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക ഷോട്ടിൽ. റിപ്പീറ്റ് ടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ലൊക്കേഷൻ മാച്ച് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും വേറെ ലൊക്കേഷനിലോട്ട് മാച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും. അല്ല മായ്ക്കൽ വലിയ പാടായിരുന്നു ഇവിടെ. അങ്ങനെ മായ്ക്കാൻ പറ്റില്ല, എൻ്റെ ടെക്സ്ചർ ഈസി അല്ല. അതെ, നമുക്ക് സി ജിയിലൊന്നും ചെയ്യാം. സി ജിയിൽ ചെയ്താൽ അത് അറിയാൻ പറ്റും, ഒരു അതിൻ്റെ ടെക്സ്ചർ കിട്ടത്തില്ല ഡെസേർട്ടിൻ്റെ. അത് ചെയ്യാം ഒരു പരിധി വരെ, പക്ഷെ നമ്മൾ മാക്സിമം ലൈവായിട്ടിന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഷോട്ടുകളൊക്കെ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചില ഭാഗ്യങ്ങളൊന്നും ഇപ്പോൾ പൃഥ്വിരാജ് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ മാറുമ്പോൾ മണ്ണിങ്ങനെ ഇളകി വീഴില്ലേ, ലൈവ് തിരിച്ച് അത് വന്ന് തിരിച്ച് ടെക്സ്ചറായി മാറുന്ന ആ പ്രോസസ്സ്, എങ്ങനെയാണ് ആ മരുഭൂമിയിൽ ആ ടെക്സ്ചർ വീണ്ടും റീക്രിയേറ്റ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നിങ്ങൾ പണിയെടുത്തതിനൊരു അപ്രീസിയേഷനാണ് സത്യം പറഞ്ഞാൽ. അത് ഭയങ്കര സന്തോഷമുള്ള. പിന്നെ ഈ പറയുന്ന പോലെ പല ഷോട്ടുകളും ഭയങ്കര ബുദ്ധിമുട്ടായി എങ്ങനെ എടുത്തത് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. അതിൽ ഈ ആടുകൾ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റിൽ ആ ഷോട്ട്സ് ഒക്കെ വെക്കുന്ന സമയത്ത് ഷോട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ പണിപ്പെട്ടിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്ത് ആക്ച്വലി മോഹൻ സാർ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കെ മോഹൻ സാർ ഫസ്റ്റ് ഷെഡ്യൂൾ ആ ഫൈറ്റ് ഒക്കെ സാറാ ഷൂട്ട് ചെയ്തത്. ഞാൻ ജോയിൻ ആവുന്ന തന്നെ സെക്കൻഡ് ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ മൊത്തം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും എൻ്റെ ക്രൂ തന്നെ വേറെ ക്രൂ ആയിരുന്നു പടത്തിൻ്റെ. അപ്പം അതെല്ലാം ഒരു സാഹചര്യമായിട്ട് ഇല്ലാണ്ട് വന്നപ്പോൾ അങ്ങനെ ഞാൻ 2019 ജോയിൻ ചെയ്തത്, സെക്കൻഡ് ഷെഡ്യൂൾ മുതൽ. അപ്പം സെക്കൻഡ് ഷെഡ്യൂൾ മുതലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് അതിന് മുമ്പുള്ളതുകൊണ്ട് എനിക്ക് അധികമായിട്ട് പറയാൻ പറ്റില്ല. ഇബ്രാഹിം ഹദരിയുടെ ക്യാരക്ടർ ഒരു ബുദ്ധനെ പോലെ ഇരിക്കുമ്പോൾ സണ്ണിങ്ങനെ മാറിപ്പോകുന്നത്, അത് എത്ര ടൈം എടുത്തു? അത് ആക്ച്വലി നമ്മൾ കറക്റ്റ് പ്രീ പ്ലാൻഡ്. നമുക്ക് ഇപ്പോൾ ചാർട്ടിൽ നമുക്ക് മൊബൈലിൽ അറിയാം കൃത്യമായിട്ട് എവിടെ സൺറൈസ് ആവും, ഏത് പൊസിഷനിൽ ആളിനെ ഇരുത്തണം. അതുപോലെ ക്യാമറ ജിബിലെല്ലാം പക്ക സെറ്റായിരുന്നു. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സമയത്തിന് എടുത്ത ഷോട്ട്. അത് ക്യാമറ റിവേഴ്സിൽ മൂവ് ചെയ്യായിരുന്നു. സണ്ണ് അവിടെ നിൽക്കുക, സണ്ണ് മൂവ് ചെയ്യുന്നില്ല തരത്തിൽ. നമ്മൾ ക്യാമറ റിവേഴ്സിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് മേലേക്ക് സണ്ണ് വരുന്നില്ല. ജിബിലായിരുന്നു ഷോട്ട്. പക്ഷേ ആ സണ്ണിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ജിബൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇരുട്ടത്തൊന്നും സെറ്റ് ചെയ്യുന്ന രാവിലെ. അപ്പം സൺപാത്ത് നോക്കി നമുക്ക് കൃത്യം സണ്ണ് വരുന്ന പൊസിഷൻ അറിയാം. അപ്പോൾ അങ്ങനെ ജിബ് സെറ്റ് ചെയ്ത് കറക്റ്റ് സണ്ണ് വരുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് ജിബ്. ടൈം ലാപ്സ് അല്ല, നമ്മൾ ജിബ് ഓപ്പോസിറ്റ് ട്രാക്ക് ചെയ്തത്. ടൈം ലാപ്സിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇരുന്ന് അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അത് ഷൂട്ട് ചെയ്ത് അത് കാണുമ്പം ഒരു സൺറൈസ് പോലെ ഫീൽ ചെയ്യും. പുള്ളി അങ്ങനെ കൊണ്ടുവന്നത് സൺറൈസിലും വിട്ട് പുള്ളി അവസാനം അസ്തമിക്കുന്ന പോലെ വിടുന്നത് പടത്തിൽ. ലാസ്റ്റ് സെറ്റിലാവുന്ന ഒരു മരുഭൂമിയുടെ ഒരു ഇതിൽ ഒരു ബാക്ക് ലൈറ്റ് ഷോട്ടിലെ പുള്ളി അതിലേക്ക് അസ്തമിക്കുന്ന പോലെ ഒരു ഷോട്ടിലാണ് പുള്ളി മറയുന്നത് പടത്തിൽ നിന്ന്. ഈ അമലപ്പോളും പൃഥ്വിയും കൂടെ ഉള്ള നാട്ടിലെ സീൻ കാണിക്കുമ്പോഴോ ആറ്റിന്റെ അടിയിലുള്ള സാധനം, അത് എവിടെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തു? അണ്ടർ വാട്ടർ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഷെഡ്യൂളാണ്. അത് ഷൂട്ട് ചെയ്ത് ആക്ച്വലി പ്രിയാസേത് എന്ന് പറഞ്ഞൊരു DOP പുള്ളിക്കാരാണ് ഈ അണ്ടർ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. അത് മോഹൻ സാറിന്റെ ഗൈഡൻസിൽ അന്ന് പ്രിയാസേത് ഷൂട്ട് ചെയ്തത്. ഇത് ഒരുപാട് പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ടോട്ടൽ ഇത്രയും വർഷം നീളുന്ന ഒരു സാധനം. പിന്നെ ഡെസേർട്ടിൽ ജോർദാനിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായിരുന്നോ? ഞാൻ ജോർദാനിലുണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കേരള പോർഷൻ ഒരു 30 ദിവസം ഫസ്റ്റ് ഷെഡ്യൂൾ. അതായിരുന്നു. ഈ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് ഇത്തരം വലിയൊരു പടമാണെന്ന് അന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു? സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് പടം വലിയൊരു പടമാണ്. അത് അങ്ങനെ ആ ചലഞ്ച് ഉള്ളതുകൊണ്ടാണ് സിനിമ ചെയ്യാമെന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നത്. കാരണം അങ്ങനൊരു സ്കെയിലുള്ളൊരു സിനിമ. അത് കൊറോണയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മളത് മേക്കപ്പ് ആയി എല്ലാം ബാക്ക് ടു നോർമലായിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബട്ട് വി ആർ സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു.
ഈ മുറിച്ച് കളയപ്പെട്ട സീനുകൾ പല കാരണങ്ങളുണ്ട്. ലെങ്ത്തിന്റെ ലെങ്ത് കാരണം കൊണ്ട് എനിക്ക് 3.25 മണിക്കൂറോ 3:40 സംതിങ് ഉണ്ടായിരുന്നു ഫസ്റ്റ് എഡിറ്റ്. പിന്നെ അത് 3:10 പിന്നെ അത് 2:50 ചുരുക്കിയത്. കുറച്ചധികം സീൻസ് മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ ആടുകളുമായിട്ടുള്ളൊരു സംസർഗവും ഇല്ലെങ്കിൽ ആടുകളുമായിട്ടുള്ളൊരു സ്നേഹപ്രകടനവും ഒക്കെയാണ് ശരിക്കും ആടുജീവിതം നോവലിൽ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ അത് അല്ല, വേറൊരു സർവൈവൽ സ്റ്റോറിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ഏതെങ്കിലും സീൻസ് ശരിക്കും സെൻസറിങ്ങിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു? അല്ല, നമ്മൾ ലെങ്ത്തിന്റെ ഇത് കൊണ്ട് മാത്രം കളഞ്ഞത് പല സീക്വൻസ്. ജയിലിനകത്ത് കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു, പിന്നെ എസ്കേപ്പിനകത്ത് 2-3 സീന്, അങ്ങനെ കുറച്ച് പോർഷൻസ് അങ്ങനെ പോയി, ഡ്യൂറേഷൻ ഇഷ്യൂ കാരണം. ഈ മരിപ്പച്ചകൾ ഒരുപാട് നോക്കിയിട്ടാണോ ആ മരിപ്പച്ച? അതെ, ഒരുപാട് നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര, അതൊരു വലിയ കഥയാണ്. അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കൈൻഡ് ഓഫ് ഭയങ്കര ലക്കി ടു ഗെറ്റ് ദാറ്റ്. ഓക്കെ, മിഡിൽ ഓഫ് നോവെയർ ഒരു മരിപ്പച്ച, വെള്ളമില്ല, കൈൻഡ് ഓഫ് ആ ട്രീ ഉണ്ട്, ഒരു 2 നില പൊക്കമുള്ളൊരു വെള്ളം ക്രിയേറ്റ് ചെയ്തത്. വെള്ളം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പ്രശാന്തിന്റെ ടാലന്റ്. അത് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ചെറുതായിട്ട് ഇല്ല, അത് കാറ്റത്ത് വരുന്ന കാറ്റിന്റെ ഇളക്കമായിരുന്നു. അത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് എന്തൊക്കെ പ്രശാന്തിന്റെ പരിപാടിയായിരുന്നു മൊത്തം. വെരി നൈസ് ആക്ച്വലി. അവിടുന്ന് പനയെ കൊണ്ടുവച്ചു. പനയൊന്നും ഇല്ലായിരുന്നു, ഈ മരമുണ്ട്. നോവെയറിന്റെ ഡെസേർട്ട് ഒരു പച്ചപ്പുള്ളൊരു മരം, നല്ല പച്ചപ്പുള്ളൊരു മരം, അങ്ങനെ അത് കിട്ടി, നമുക്കത് കിട്ടി. അങ്ങനെ അവിടെ അത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ബാക്കി പാമ്പ് പോലെ തന്നെ ലിസാർഡിനെ കൊണ്ടുവന്നതായിരുന്നോ? അല്ല, ലിസാർഡ് VFX ആയിരുന്നു, കിട്ടിയ VFX ആയിരുന്നു. ഓ, അത് നന്നായിട്ട്. ലിസാർഡ് VFX ആണ്, വൾച്ചർ VFX. ഈ കഴുകന്മാരെ ഷൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് തോന്നി ഒരു ഷോട്ട് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ഇങ്ങനെ ചാടിപ്പോകുന്ന ഒരു സ്ഥലത്ത് മാത്രം CG അത്ര ആനിമെട്രോണിക്സ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, പക്ഷേ അത് അങ്ങോട്ട് അത്ര നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആയില്ല. നമ്മളൊരു റിയൽ ഒരു ഡമ്മി ആനിമെട്രോണിക്സ് കഴുകാൻ 2-3 ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് സൈസ് കൊണ്ട് എന്തോ നമുക്ക് അത്ര ബിലീവബിൾ ആയിട്ട് തോന്നിയില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചില്ല. ഷൂട്ട് ചെയ്തത് ഫുൾ VFX തന്നെ, അല്ല ഫുൾ VFX തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുക. ഫുൾ ക്രിയേറ്റ് ചെയ്തോ ഉണ്ടായിരുന്നു. നമ്മളൊരു ഒറിജിനൽ ഡമ്മി മൂവി കഴുത്തക്കാനൊക്കെ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് യൂസ് ചെയ്തില്ല. അത് അത്ര ബിലീവബിൾ ആയിട്ട് തോന്നിയില്ല. ഇവിടെ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ അധികം പരീക്ഷിക്കാത്ത സങ്കേതങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? അതെങ്ങനെയാണ്? ഒരുപാട് നമ്മൾ, എനിക്ക് പേര് ഞാൻ സോറി പേരൊക്കെ മറന്ന്, ആനിമെട്രോണിക്സിൻ്റെ ടീം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന്. അവർ ഈ പാമ്പ് ഇഴഞ്ഞു വരുന്ന പോലത്തെ ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തിരകളൊക്കെ പോലെ, അതൊക്കെ നമ്മൾ മെഷീനറി മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിനകത്ത് കുറച്ച് VFX ആഡോൺസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അതെല്ലാം മണ്ണിനടിയിൽ മോട്ടറൊക്കെ വെച്ച് വലിയ പണിയായിരുന്നു. അതൊക്കെ എല്ലാം മാക്സിമം ലൈവ് ചെയ്യാൻ പറ്റുന്നത് ലൈവായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു, VFX ഒഴിവാക്കിയിട്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, അതിൻ്റെ എസ്പെഷ്യലി ക്ലൈമറ്റ്, സാൻഡ്സ്റ്റോം, ഒത്തിരി എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. സാൻഡ്സ്റ്റോം ഒക്കെ റിയൽ സാൻഡ്സ്റ്റോം ആയിരുന്നു. മഴ അടിച്ചാണെങ്കിൽ സർവൈവ് ചെയ്തു ആ സാൻഡ്സ്റ്റോമിനെ. നിങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് 2 കാര്യം, വേറെ ഓപ്ഷൻ നമ്മൾ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അല്ലാണ്ട് ഇങ്ങനൊരു കാറ്റ് ഡെസേർട്ടിൽ നമ്മൾ എന്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബോഡി ഇൻട്രാക്ഷൻ, ഈ കാറ്റ്. നമ്മൾ പ്രൊപ്പല്ലറൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രൊപ്പല്ലർ ഉണ്ടായിരുന്നു, അത് വർക്കൗട്ട് ആയില്ല. പിന്നെ നമ്മൾ ഒരു 3 ചോപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മിലിറ്ററിയുടെ ചോപ്പർ വെച്ച് ഷൂട്ട് ചെയ്യാം. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പിന്നെ തോന്നി. പിന്നെ നമ്മൾ അപ്പം അങ്ങനെ അറിഞ്ഞു ഈ ഷൂട്ടിംഗ് വിൻഡോയിൽ ചിലപ്പോൾ ഒരു സാൻഡ്സ്റ്റോം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അവിടുത്തെ ബദ്വിൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ ആ സീൻ തള്ളി വയ്ക്കുകയും അങ്ങനെ ഒരു സാൻഡ്സ്റ്റോം വന്നപ്പം ഷൂട്ട് ചെയ്യാം. എത്ര ക്യാമറ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒറ്റ ക്യാമറ ഉള്ളൂ നമുക്ക്, ഒരു ക്യാമറ ഉള്ളൂ. കാരണം 2 ക്യാമറ ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ ഒരു ക്യാമറ എപ്പോഴും ബോക്സിനകത്താണ്. ബിക്കോസ് എന്തെങ്കിലും ഈ ക്യാമറയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യുന്ന അടുത്ത ദിവസം നമുക്ക് പിന്നെ ഒരു ക്യാമറ ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ആവും. ഈ അൾജീരിയയിലെങ്കിൽ ഒരു ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ് ആഫ്രിക്ക. ഒരു 5 to 10 days ആവും അടുത്തൊരു ക്യാമറ പറഞ്ഞെങ്കിൽ. സോ രണ്ടാമത്തെ ക്യാമറ ബോക്സിനകത്ത് തന്നെ ഉണ്ടായിട്ട് നമ്മൾ എടുത്തിട്ടില്ല ഡെസേർട്ടിനൊന്നും. അത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തു. ഇതൊക്കെ ഓരോ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ കമത്തി കഴിഞ്ഞാൽ ഫുള്ള് മണ്ണാണ് ക്യാമറക്കകത്തുനിന്ന്, ബോഡിക്കകത്തുനിന്ന് എല്ലാം മണ്ണാണ്. അതിന് ഫോട്ടോ കൊണ്ട് ഇപ്പോഴും ലെൻസൊക്കെ പോയി മുഴുവൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ. ബ്രാൻഡ് ന്യൂ ലെൻസ് എല്ലാം നഷ്ടപ്പെട്ടു. ലെൻസിനകത്തൊക്കെ ടെസ്റ്റ് കയറി. പിന്നെ അത് ക്ലീനിങ്ങിനടുത്ത് വേറെ വേറെ ലെൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചാൽ പിന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച്. നിങ്ങൾ കുറേ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഏറ്റവും സന്തോഷിപ്പിച്ച കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റില്ല, വി എൻജോയ് ദ മൊമെന്റ്. ആ വർക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു കഷ്ടപ്പാട് പ്രിപ്പയർഡ് ആയിരുന്നു നമ്മൾ അതിനു വേണ്ടി, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എടുത്തപ്പോൾ സന്തോഷം തോന്നിയ ഒരു ഷോട്ടോ, ഇല്ലെങ്കിൽ നമുക്കൊരു ലക്ക് കിട്ടുന്ന ഒരു ഷോട്ടോ, ഇല്ലെങ്കിൽ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മ്യൂസിക് കൂടെ ചെയ്ത് സൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഷോട്ടോ? മനസ്സിൽ നിൽക്കുന്ന ഒരു ഷോട്ടാണ്. അതിപ്പോൾ സ്പോയിലർ ആവാൻ പറഞ്ഞാൽ നമ്മുടെ നജീബ് റോഡിലേക്ക് എത്തപ്പെടുന്ന ഷോട്ട്. ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ല. അത് 43 ടേക്ക് എടുത്ത് 43ാമത്തെ ടേക്ക്, അത് ഓക്കെ ടേക്ക്. ഭയങ്കര ഒരു മാജിക്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇത് കിട്ടിയ ഷോട്ട്. അടിപൊളി. അതെ.
തിയേറ്ററിൽ കൈയടിക്കുന്ന പല സീനുകളും ഉണ്ടായിരുന്നു. തീർച്ചയായും. ആൾക്കാരുടെ കൈയടി കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഇളകി സീറ്റിലിരിക്കില്ലേ? കൈയടിയിലും ഇത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് എനിക്ക് തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നായിരുന്നു ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ. ചില ഫസ്റ്റ് ഹാഫൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തന്നെ അറിയാണ്ട്, കാരണം ഇത്ര ആൾക്കാർ നമ്മൾ ഈ ഗ്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഇതിലിരുന്ന് പ്രിവ്യൂ കാണുന്നവരല്ല, ഇത്ര ആൾക്കാരോട് നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മളും അതിലൊരു പ്രേക്ഷകനായിട്ട് കാണുമ്പോഴേ ഒരു ഭയങ്കര ഇമോഷണലി നമുക്ക് തന്നെ കണക്ട് ആയെന്നുള്ള. ഈ ആർട്ട് ഫിലിം മേക്കിംഗ് അല്ലാതെ ഗ്രേഡിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കളറിസ്റ്റ് ആയിരുന്നു. കളറിസ്റ്റ് ആയിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ പടത്തിന്. കളറിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 10 വർഷത്തോളം കളറിസ്റ്റ് ആയിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ടേൺ ഡൗൺ ടു അസാധ്യ മേക്കപ്പ് ആയിരുന്നു. മേക്കപ്പ് രഞ്ജിത്ത് എല്ലാവരും കോസ്റ്റ്യൂമും മേക്കപ്പ് ആർട്ടൊന്നും അറിയില്ല. ഇനി പ്രശാന്തിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങൾ ചോദിക്കണം, പ്രശാന്തിനെ വിളിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഗുഹ ഒക്കെ നമ്മൾ സെറ്റ് ഇട്ടതാ. 2 മലയുടെ ഇടുക്കിനിടയ്ക്ക് നമ്മൾ ഇതിൽ ഫൈബർ ചെയ്ത ഒരു 40 അടിക്ക് ഗുഹയൊക്കെ. അറിഞ്ഞില്ല അത് ഗുഹ. പിന്നെ ഈ മരപ്പച്ചയിൽ വെള്ളം, ആ പാം ട്രീ, ഇതൊക്കെ കൊണ്ടുവച്ചതല്ല ഡെസേർട്ടിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പ്രശാന്ത് പറയണത്. എനിവേ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തി സമയക്കുറവ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സിനിമ തന്നതിന് നിങ്ങളുടെ ഓൾ ക്രൂവിന് നന്ദി. താങ്ക് യു.